ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്ന് മുതൽ സോളോ റൈഡ് കേട്ടോ. കുറച്ച് സോളോ റൈഡ് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യുക. ഇപ്പം ഞാൻ നാട്ടിലുള്ളത്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. ഇനി നേരെ പോയിട്ട് വണ്ടി എടുക്കണം. അപ്പോൾ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് വീട്ടിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മുടെ കണ്ണൂർ തന്നെയുള്ള ഒരു കുന്നിലേക്കാണ്, ഒരു ഹിൽ സ്റ്റേഷൻ. സംഭവം അടിപൊളിയാണ്, വലിയ സംഭവം എന്നല്ല, എന്നാലും മോശമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഇത് പറഞ്ഞുതരാം, ഉടുമ്പും കുന്ന് എന്ന് പറയും. പേരന്നെ ഉടുമ്പ് എന്നാണ്, ഉടുമ്പും കുന്ന്. അപ്പോൾ അതിൻ്റെ അവിടെ പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ 2 വർഷം മുമ്പ് പോയിട്ടുണ്ട്. അവിടത്തേക്ക് ഞാൻ ഇന്ന് പോകുന്നത്. ഓക്കെ, പോയിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നേതായാലും പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കാണുമ്പോൾ നിങ്ങളും കാണാം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് 30 കിലോമീറ്റർ, വെറും 3/4 മണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ. ചെറിയൊരു റൈഡ്, വലിയ റൈഡായിട്ടൊന്നും കണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ, അങ്ങനെ പോകുന്നതാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പോവാം. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോ എന്താ പറയുക, കുറച്ച് സോളോ റൈഡാണ് കേട്ടോ വരാൻ പോകുന്നത്. ബുള്ളറ്റ് എടുത്തിട്ട് ഇങ്ങനെ യാത്ര. ഓക്കെ, നമ്മൾ നാളെ വയനാട്ടിലേക്കുണ്ട്, അതെല്ലാം പിന്നെ പറയാം കേട്ടോ. ഓക്കെ, വയനാട്ടിലേക്കുള്ള യാത്രയൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. പിന്നെ പരമാവധി ഷെയർ ചെയ്യാട്ടോ, കാണട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കാണട്ടെ. ഓക്കെ, ഇവിടെ ഇരുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് 29 കിലോമീറ്റർ കേട്ടോ, 47 മിനിറ്റ് ഉടുമ്പുകുന്നിലേക്ക്. ഓക്കെ, അങ്ങനെ വിടാം. ഈ സമയത്ത് പോയാലേ നമുക്ക് അസ്തമയം കാണാൻ പറ്റും. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് വിട്ടാൽ 47 മിനിറ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ, 29 കിലോമീറ്റർ. എൻ്റെ നാട് എന്ന് പറയുന്നത് ഏഴോമാണ് കേട്ടോ, കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയുടെ അടുത്ത്. പഴയങ്ങാടിയിൽ നിന്ന് ഒരു 3-3.5 കിലോമീറ്റർ വന്നാൽ ഏഴോം എന്ന് പറഞ്ഞ നാട്, അതാണ് എൻ്റെ നാട്. അപ്പം എൻ്റെ നാട്ടിൽ നിന്ന് 28 കിലോമീറ്ററാണ് അവിടത്തേക്കുള്ളത്. 3/4 മണിക്കൂർ കേട്ടോ. ഓക്കെ, അപ്പോൾ തളിപ്പറമ്പ് വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സൺസെറ്റ് കാണാൻ പറ്റും എന്ന് വിചാരിക്കാം. കാണാൻ കഴിയുമായിരിക്കും അല്ലേ, ഏതായാലും കുന്നുമലൊക്കെയല്ലേ പോകുന്നത്. അധികം കുന്നുമ്മ പോയി കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ കഴിയാറുണ്ട്. നോക്കാം. പിന്നെ സൺറൈസ് കാണണമെങ്കിൽ അവിടെ തങ്ങണം, അല്ലെങ്കിൽ പുലർച്ചെ അവിടെ എത്തണം. രാവിലെ നമ്മളവിടെ എത്തേണ്ടി വരും. അല്ല, പിന്നെ ടെൻ്റ് അടിച്ചിട്ട് അവിടെ തങ്ങണം. അവിടാന്നല്ല, എവിടെയും. തളിപ്പറമ്പൊക്കെ കഴിഞ്ഞു, കുറച്ച് ഇങ്ങെത്തി. ഇതിലൂട്ട് നമ്മൾ ഒരു വട്ടം വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഈ റൂട്ടാണ് പോയത്. ഇവിടെ ഒരു പാലം വരാനുണ്ട്, നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല രസമില്ല, നല്ല വ്യൂ ആണ് അവിടെ നിന്ന് 2 ഭാഗത്തേക്കും. ആ ഏരിയ ആണെന്ന് തോന്നുന്നു. കുറേ പോകാനുണ്ട് പക്ഷേ അടുത്തേക്ക്. ഇത് മെയിൻ കൃഷീൻ്റെ ഏരിയ കേട്ടോ. ഇത് കണ്ടോ, ഫുൾ പച്ചക്കറിയാ. ആ പാടം കംപ്ലീറ്റ് പച്ചക്കറി. ആ പാടം മാത്രമല്ല, ഇനി അങ്ങോട്ട് ഒരുപാടുണ്ട്. അങ്ങനെ എന്താ ഇവിടെ നെല്ലിൻ്റെ പരിപാടി. അതിനപ്പുറം എന്തോ ഇട്ടിട്ട് ചെറുതായിട്ട് പണി നടക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ ഉഷാറാണ്, ഉഷാറാക്കട്ടെ. അവിടെയൊക്കെ പണിക്കാരുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഏരിയ കേട്ടോ ഇത്. ഇതുണ്ടാ, അങ്ങനെ ഇതാ അവിടെ ചീര എല്ലാം ഉണ്ട്, കൈപ്പക്ക, ചീര, അതൊക്കെ വിൽക്കുന്ന സ്ഥലം കണ്ടോ. നല്ല നാടൻ പച്ചക്കറി വിൽക്കുന്നുണ്ടോ. അടിപൊളിയായിരിക്കും, ഒന്നും ചേരാത്ത സാധനമായിരിക്കും കേട്ടോ. വെള്ളരി, കുമ്പളം ഒക്കെ ഉണ്ട് കേട്ടോ. ആ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് വാങ്ങുന്നുണ്ടോ. എന്തായാലും നല്ലതാണ്, അടിപൊളി. ഒരു പാലുണ്ടല്ലോ ചെറിയ, ആ താല് നല്ല അരുവി, അടിപൊളി. ഗൈസ്, ഞാൻ പറഞ്ഞ പാലും ഇതാ, നല്ല അടിപൊളി പാലാട്ടോ. ഇങ്ങോട്ട് നല്ല സൂര്യൻ, അങ്ങനെയുള്ള മഴക്കാറുണ്ടേ. നമ്മളിവിടെയൊക്കെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായി, ഇന്നലെ രാത്രി. എൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞിട്ടേ ഉള്ളൂ.
രണ്ട് സൈഡിൽ നിന്നൊക്കെ ചൂണ്ടിടുന്നുണ്ട്. ഫുൾ ആൾക്കാർ ചൂണ്ടിടുന്നു. നല്ല മഴക്കാറുണ്ടങ്ങ്, ബ്ലൂ സ്കൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ പെയ്യോന്ന് അറിയില്ല. ഇന്നലെ രാത്രി നമ്മളവിടെയൊക്കെ ചെറുതായിട്ട് കണ്ണൂർ ഭാഗത്തൊക്കെ നല്ലതായിട്ട് ഉണ്ടായിന്ന് തോന്നുന്നേ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വയനാട് വിടാൻ വിചാരിച്ചാണ് രാവിലെ, പിന്നെ മഴ കണ്ടുകൊണ്ട് ഞാൻ ബാക്കായതാട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളതെന്താണെന്ന് വെച്ചാലേ ഗൈസ്, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യാട്ടോ. കാരണം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ സ്റ്റാറ്റസൊക്കെ വരുന്നതാണ് കേട്ടോ. അത് ഇൻസ്റ്റാഗ്രാമിലാണ് ഉണ്ടാവുക. ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ഫേസ്ബുക്ക് പേജിലും, മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം കേട്ടോ. നിങ്ങൾ ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അഷ്റഫ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്ക് പേജിലും. നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എവിടെ എത്തുന്നു അവിടുത്തെ സ്റ്റാറ്റസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസായിട്ട് ഇടും. അപ്പോൾ നിങ്ങളവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, മീറ്റ് ചെയ്യാം. അതൊക്കെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കും കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പം തന്നെ കയറിയിട്ടൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോ, അഷ്റഫ് കണ്ണൂർ കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തോ. നമുക്ക് പൊളിക്കാന്ന്, നമുക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ. എന്തായാലും ഇന്ന് മഴ പെയ്യാതെ നിന്നാൽ മതി. മഴ പെയ്തോട്ടെ, ഞാൻ വീട്ടിലെത്തിയിട്ട്. മഴ പെയ്താൽ പിന്നെ വീണ്ടും പണിയാകും. നാളെ ഞാൻ രാവിലെ വയനാട്ടിലേക്ക് വിടാൻ നോക്കിയാൽ അതും പണി കിട്ടും. നല്ല തണുപ്പോട്ടോ, ഓഫ്, തണുത്ത കാറ്റ്. മഴ പെയ്യോന്നറിയില്ല ഗൈസ്. മഴ പെയ്താൽ പൊളിച്ച്. എന്താണെന്നറിയില്ല ഈ സമയത്തൊക്കെ മഴ പെയ്യുന്നത്. എന്താ അവസ്ഥ, കാലം പോയൊരു പോക്കെന്നൊക്കെ പറയാല്ലേ. മഴ പെയ്യുന്ന സമയം നോക്കിയ, ഇന്നലെ രാത്രി മഴ. ഇപ്പൊ സമയമൊന്നുമില്ല, കാലം തെറ്റി പെയ്യുന്നതാണ് ഇതൊക്കെ അല്ലേ. ശരിക്കും ഈ മാസം മഴ പെയ്യോ? ഇല്ലല്ലോ, ഇല്ലാന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ 5:30 മണിക്ക് അവിടെ എത്തും. ഏതായാലും കുറച്ചങ്ങെത്തട്ടെ. നമ്മളിപ്പം 8 എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. 8 ഇവിടെ ഒരു ചായക്കട ഉണ്ടോ? എന്താ തിരക്ക്. 8 ടൗൺ ആട്ടെ, ഇത് ചെറിയൊരു ടൗണാണ് 8 ഉണ്ടോ. നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ, ആ റോഡ്. ഗൈസ്, അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. 5:30 മണിയാ പറഞ്ഞേ, 5:27 എത്തി. സ്ഥലം എത്തിയിട്ടില്ല, ഏകദേശം എത്തിയ പോലെ തന്നെ. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്താട്ടോ ഇത്, കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത്. ഇവിടുന്ന് എങ്ങോട്ടേക്കാണെന്നുള്ള കാര്യം ഓർമ്മ കിട്ടുന്നില്ല. എത്തിയിട്ടില്ല, അതിനപ്പുറം കേട്ടോ. നോക്കാം. ഇത് ഫുൾ കശുവണ്ടി ഏരിയ കേട്ടോ, കംപ്ലീറ്റ് കശുമാവാണ്. കശുമാവ് കണ്ട. ചെറിയൊരു ഓഫ് റോഡ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോകുന്നിടത്തെല്ലാം ഓഫ് റോഡ് ഉണ്ടാവാറുണ്ട്. കാലാങ്കിയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പോയാലോ, കഴിഞ്ഞ വീഡിയോയിലേ കാലാങ്കി പോയത് ഓർമ്മയില്ലേ. ഇവിടുന്ന് എങ്ങോട്ടേക്കാണ്? ഇവിടുന്ന് റൈറ്റ് പോകണം. ഇവിടെ താറിട്ട റോഡ് കഴിഞ്ഞു കേട്ടോ. ഇനി ഓഫ് റോഡ് തന്നെ ആയിരിക്കും, ചോദിക്കാം. ഇതന്നെ. ബൈക്ക് പോവോ? ബൈക്ക് പോവോ? ഒറ്റക്ക് പോവും? അത് സ്ലിപ്പായി പോവോ? അപ്പം നമ്മൾ സ്ഥലം എത്തി കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട്. നിങ്ങളവിടെ സ്ഥലം? ചെക്കിക്കുളം. ഇവിടെ അടുത്ത് തന്നെയാ. എൻ്റെ പേരെന്ത്? പേര് അശ്വിൻ. നിങ്ങളുടെ പേരെന്ത്? അമൽ രാജ്. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടല്ലേ, ഒരു 3-4 ബൈക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. വണ്ടി മുകളിലേക്ക് കയറുമെന്നാണ് പറയുന്നത്. വണ്ടി എടുത്തു നോക്കാല്ലേ? നമുക്ക് ഇതുവഴി മുകളിലേക്ക് പോകണം കേട്ടോ. എന്തായാലും 3-4 ബൈക്ക് ഉണ്ട്. അവർ ബൈക്ക് സ്കൂട്ടി മുകളിൽ കൊണ്ടുപോയിട്ടാ, പൊടിയൊക്കെ പാറ്റിയിട്ട്. എന്തായാലും നിരങ്ങും, അത് ഉറപ്പാണ്.
നമുക്ക് ഏതായാലും എടുത്താലോ, നോക്കാം. വണ്ടി എന്തായാലും നിരങ്ങൾ ഉറപ്പാട്ടോ, പിന്നെ രണ്ടും കൽപ്പിച്ച് പോയിക്കോളാം, അത്രയേ ഉള്ളൂ. നോക്കാം. വല്ല സീനില്ല. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും കേട്ടോ. റബ്ബറാണ് രണ്ട് സൈഡിലും, കണ്ടോ, രണ്ട് സൈഡിലും റബ്ബറാണ് കംപ്ലീറ്റ്. ഓഫ് റോഡ് നമ്മൾ പോകുന്നിടത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, പോകുന്നിടത്തെല്ലാം എന്തായാലും ഒരു ഓഫ് റോഡ് നിർബന്ധമാണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എത്തി കേട്ടോ, കുറേ പോകാനൊന്നുമില്ല, നമ്മളെത്തി. ഇവിടെ ബൈക്ക് കയറിയതിൻ്റെ അടയാളം കണ്ടോ. ഇറങ്ങുമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇറങ്ങുന്നുണ്ട്, കട്ടക്ക് ഇറങ്ങുന്നുണ്ട്. വന്ന വഴി കണ്ടോ ഗൈസ്, വഴി കണ്ടോ, ഇതെങ്ങനെ ഇറങ്ങിപ്പോക്കെന്നറിയില്ല. നോക്കാം. അവനെ റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്, അതുകൊണ്ട് കയറി വന്നു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഉടുമ്പൻകുന്ന്. കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. പക്ഷെ ഇന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ, അങ്ങനത്തോളം മഴക്കാറാണ് അവിടെയൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ടൊന്നും അത്ര ഇതിൽ കാണാൻ പറ്റുന്നില്ല. അങ്ങ് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങ് അവിടെ നിന്ന്. ഗൈസ്, ഇങ്ങനെ ഇവിടെ വന്ന് ഇവിടെ പാറമ്പിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാട്ടിലെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു ഇതിന് മുകളിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്താ സംഭവം എന്താ ഉള്ളതെന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, ഈ കാണുന്ന ഈ കുന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പാരാഗ്ലൈഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്, ഇപ്പോൾ ഇല്ല. അത് മുമ്പ് നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏതോ ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജസ്റ്റ് അവർ വൈകിട്ട് ഇരിക്കാൻ വന്ന സ്ഥലമായത്. സത്യം പറഞ്ഞാൽ ഇവിടെ വലിയ സംഭവമൊന്നുമില്ല. വൈകിട്ടൊക്കെ ഇങ്ങനെ നല്ല തണുത്ത കാറ്റുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. ബാക്കിൽ കുറച്ച് ചങ്ങാതിമാരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, മൃഗങ്ങളെ. ഇവിടെ മൃഗങ്ങൾ വരുത്തുണ്ടോ ഇല്ലോ എന്നറിയില്ല. മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല, ഫോറസ്റ്റ് ഏരിയ അല്ലല്ലോ. ഇത് കണ്ടോ, ഒരു സിംഹം കണ്ടോ, സിംഹത്തിനെ കണ്ടോ, ഇത് സിംഹത്തിൻ്റെ ജട. കണ്ടോ, ഇത് സിംഹത്തിൻ്റെ വായ്. അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുന്നിൻ്റെ ഒരു ടോപ്പ് വ്യൂ കേട്ടോ. ടോപ്പിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നിൽക്കാം. പക്ഷെ ഇന്ന് നല്ല തണുപ്പുണ്ട്, മഴക്കാറുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് നല്ലൊരു രസമുണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ. ശാന്തമായ അന്തരീക്ഷം, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്നുള്ള കുറേ വ്യൂ ഉണ്ട്. ഇത് കണ്ട, കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആരോ തീയിട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് കരിഞ്ഞിട്ടേ ഉള്ളേ. ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് വ്യൂ നോക്കിയിരിക്കുക. ഇവിടെയൊക്കെ ഇരിക്കുക. കുറച്ച് പാറകളുണ്ട് കണ്ടോ, കുറച്ച് പാറകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് വ്യൂ ഇങ്ങനെ നോക്കാം. പിന്നെ ഇവിടുന്ന് നമ്മുടെ കണ്ണൂർ എയർപോർട്ടൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ എയർപോർട്ട്. അപ്പോൾ ഇപ്പം മനസ്സിലാവില്ല, കുറച്ച് ഇരുട്ടാവണം. ഒരു മഗ്‌രിബ് സമയത്ത്, സന്ധ്യാസമയത്തൊക്കെ കണ്ണൂർ എയർപോർട്ടിൻ്റെ ലൈറ്റിങ്ങിനെ കത്തും. മട്ടന്നൂർ, ഇത് ആ ഭാഗത്ത് എവിടെയാണ് വരുന്നത്, മട്ടന്നൂർ അങ്ങനെ അവിടെ എവിടെയാണ് വരുന്നത്. അപ്പം മട്ടന്നൂർ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഒരു വരിയായിട്ട് ലൈറ്റ് ഉണ്ടാവും. അത് നമ്മുടെ കണ്ണൂർ എയർപോർട്ട്. അത് നമ്മളിപ്പം നമ്മളെ പാലക്കനാട്ടിൻ്റെ മുകളിൽ നിന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതും പകല് നമുക്ക് കാണാൻ പറ്റില്ല. ഈ രാത്രി ഒരു മഗ്‌രിബ് സമയത്തൊക്കെ, മഗ്‌രിബ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ ലൈറ്റായിട്ട് ഇങ്ങനെ വരിയായിട്ട് ലൈറ്റ് ഉണ്ടാവും. അതുപോലെ അവിടെ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നതും താവുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം ഇരുട്ടാവണം, എന്നാലും നമുക്ക് ഇവിടുന്ന് നമ്മളെ കണ്ണൂർ എയർപോർട്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ നടന്നു കേട്ടോ. ഇതുണ്ടോ നമ്മൾ ബൈക്ക് വെച്ച സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്, ഇത് പുള്ളപ്പെടുക്കുന്ന സാധനം കണ്ടോ.
ഇതുണ്ടോ പുള്ളപ്പ് എടുക്കുന്നത്, പുള്ളപ്പ് എടുക്കാം ഉണ്ടോ? ഇത് പുള്ളപ്പ് എടുക്കുന്നതാന്ന് തോന്നുന്നു, നാട്ടുകാരാക്കിയതായിരിക്കും. ഒരു പക്ഷേ രാവിലെ വന്നിങ്ങനെ എക്സസൈസ് ഒക്കെ ഇവിടുന്ന് ചെയ്യാമല്ലോ, അതിനുവേണ്ടി ആക്കിയതായിരിക്കും. കണ്ടോ? പിന്നെ ഇവിടെ നല്ല സൺസെറ്റ് കാണാം കേട്ടോ. ഇതേണ്ട അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. രാവിലെ വരുന്നതാണെങ്കിൽ നേരെ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് സൺറൈസ് കാണാം. വൈകിട്ട് ഇപ്പുറത്തുനിന്ന് സൺസെറ്റ് കാണാം, പൊളിക്കും. കണ്ടോ? സൂര്യൻ ഏകദേശം ഇങ്ങനെ താണി വരുന്നുണ്ടേ. അപ്പം അതിന് അറബിക്കടലിൻ്റെ ആ ഭാഗത്ത് ഡൗൺ ആവും കേട്ടോ. ഒന്നെങ്കിൽ പുള്ളപ്പൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ എന്തെങ്കിലും ടീംസൊക്കെ ഇവിടെ വരുന്നുണ്ടാവും. സ്പോർട്സിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നടക്കുന്നുണ്ടാവും. ഇതുണ്ടോ സ്കൈ തന്നെ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത. കണ്ടോ? നേരത്തെ മഴക്കാറുണ്ടായിരുന്നു കേട്ടോ, കംപ്ലീറ്റ് മഴക്കാറും പോയി. ഇപ്പോൾ നല്ല ബ്ലൂ സ്കൈ ആയി, അടിപൊളി. പിന്നെ ഇവിടെ കംപ്ലീറ്റ് കശുമാവ്. ഇപ്പം ഇതിൻ്റെ സീസണാന്ന് തോന്നട്ടെ. ഇതുണ്ടോ കംപ്ലീറ്റ് പൂക്ക് ഇട്ടിട്ടുണ്ട്, കുറേ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിലുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങ് അവിടെ പോയിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. വൈകിട്ട് വന്നിങ്ങനെ നമുക്ക് സൺസെറ്റ് കാണാം, രാവിലെ വന്നാൽ സൺറൈസും കാണാം. വൈകിട്ട് നല്ല തണുത്ത കാറ്റുകൊണ്ട് ഇരിക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ, അത് സത്യം പറയാം. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അത് മഴക്കാറ് ഉണ്ടായത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇനി എപ്പോഴും ഇവിടെ ഇങ്ങനെയാണോ എന്നും അറിയില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട്, അടിപൊളി തണുപ്പാണ്. പിന്നെന്ന് വെച്ചാൽ കുറച്ച് പ്രതിമകളുണ്ട്. ഇവിടെ നാട്ടിലെ ഏതോ ഒരു കലാകാരൻ ഉണ്ടാക്കിയ ചെറിയ ചെറിയ മൃഗങ്ങളുടെയൊക്കെ കല്ലിൽ കൊത്തിയത് കേട്ടോ. ഒരു ഷേപ്പിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചാണ്, കല്ലിൽ കൊത്തിയിട്ട്. ഏതെങ്കിലും ഈ നാട്ടിലേതെങ്കിലും കലാകാരൻ ഉണ്ടാകും, അമ്മാതിരി ആളുണ്ടാവും. അതവരെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് കലാവിരുത് കാണിച്ചായിരിക്കും. നമുക്ക് ഏതായാലും കുറച്ച് നടന്നു നോക്കാമല്ലോ. ആന വരാറുണ്ട് ഇവിടെ. പശുവിൻ്റെ ആണ് കേട്ടോ, പശുവിൻ്റെ ചാണകം. ഞാൻ ശാനൻ്റെ ആണെന്ന്. ആനൊന്നും വരാറുണ്ടാവില്ല ഇവിടെ. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ. അവിടെ ഏതൊരു പള്ളി കാണുന്നുണ്ട് കേട്ടോ. പള്ളിയാണോ പള്ളിയോ വീടോ എന്താണെന്ന് അറിയില്ല. പള്ളി പോലെ കാണുന്നുണ്ട്, ഒരു മിനാരം കാണുന്നുണ്ട് അങ്ങ് അവിടെ. പിന്നെന്നാ അക്വേഷ്യ മരങ്ങൾ, നമ്മുടെ കശുവണ്ടി, കശുമാവ്. എന്താ അക്വേഷ്യ ഇതാ. ഇവിടെയൊക്കെ തീയിട്ടിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ഇതുണ്ടോ. ഇതാരോ സിഗരറ്റ് വലിച്ചിട്ട് ഇട്ടെന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. സൂര്യനെ കണ്ടങ്ങ് ചെറിയ കാമ്പ് പോലെ നല്ല അടിപൊളി നിൽക്കുന്നുണ്ടേ. നല്ല രസമായിട്ടുണ്ട്. നല്ല അസ്തമയം കാണാട്ടെ ഇവിടുന്ന്. ഇവിടുന്നുള്ള വ്യൂ ആണിത്. കണ്ടോ ഗൈസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഉടുമ്പൻകുന്ന് ഇതാണ് ഈ കാണുന്നത്. അപ്പം വലിയ സംഭവം ആയിട്ട് ആരും കണ്ടിട്ട് വരെയൊന്നും വേണ്ട കേട്ടോ. ചുമ്മാ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ വാ, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നല്ല തണുത്ത കാറ്റ്. ഇപ്പോൾ തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ സൺസെറ്റും കണ്ട്. ഇപ്പോൾ ഇല്ല കേട്ടോ, സണ്ണ് താണു. അപ്പോൾ ലൈറ്റൊക്കെ ഡൗൺ ആയി കേട്ടോ, സൂര്യൻ താണു, അസ്തമിച്ചു. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഇവിടെ ഇരിക്കാം. ഇത്രയേ ഉള്ളൂ. അവനെ പോട്ടെ, വെറുതെ നാട്ടിലിരിക്കുമ്പോൾ അങ്ങനെ വന്നതാണ്. അത്രയേ ഉള്ളൂ. അവനെ പോവാം. അവനെ പോയാ ഇവിടെ വന്നവരൊക്കെ പോയി. പിന്നെന്താണ്, പിന്നൊന്നുമില്ലല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നാളെ വയനാട്ടിലേക്കാണ് കേട്ടോ. വയനാടിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ യാത്രകളുണ്ട്, പ്ലാനിങ് ഉണ്ട്. ഇൻഷാ അല്ലാ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അവനെ നാളെ കാണാം. ബൈ.